ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ മീഡിയ വണിനൊപ്പം ചേരുകയാണ്. മിനിസ്റ്റർ, ഈ ഉച്ചഭക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പുതിയ പരിഷ്കരണങ്ങൾ വന്നിരിക്കുകയാണ്. അതെങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് എങ്ങനെ നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത് സർക്കാർ? സാധാരണഗതിയിൽ ഉച്ചഭക്ഷണം പദ്ധതി ഉണ്ടല്ലോ, ആ പദ്ധതി കുറച്ചുകൂടെ മെച്ചപ്പെട്ട നിലയിൽ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ വിഭവങ്ങളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട്, ഒരു ചെറിയ വർധനവ് സാമ്പത്തികപരമായി നടത്തിയിട്ടുണ്ട്. എന്തായാലും ഗവൺമെന്റ് പ്രഖ്യാപിച്ച പദ്ധതിയിൽ നിന്ന് പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. എന്ന് മാത്രമല്ല, ഇത് ഒരു ഹൈ ലെവൽ കമ്മിറ്റി പിന്നെ ഇതിന്റെ ഉച്ചഭക്ഷണവുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടൊക്കെ ആധികാരികമായി പറയുവാനും ഉപദേശിക്കുവാനും കഴിയുന്ന ഒരു കമ്മിറ്റിയുടെ ശുപാർശയാണ്, അല്ല ഏതെങ്കിലും ഒരു ക്ലർക്ക് എഴുതി വിട്ട ഒരു കാര്യമില്ല. അപ്പം അതൊരു കുട്ടികൾക്ക് പ്രയോജനകരമാണ്. അത് നോൺ ഉൾപ്പെടുത്തിയിട്ടില്ല, വെജിറ്റേറിയനാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഒരു അധികമായിട്ട് വന്നിട്ടുള്ളത് ഒരു ബിരിയാണിയുടെ ഒരു വന്നിട്ടുണ്ട്. പിന്നെ ഇലക്കറികളാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. അതൊക്കെ കുട്ടികൾക്ക് വലിയ ആരോഗ്യ കാര്യങ്ങളാണ്. സാമ്പത്തികപരമായിട്ടൊരു പ്രശ്നം ഇപ്പോഴും ഉണ്ടല്ലോ, ഇപ്പോഴും സാമ്പത്തികപരമായ പ്രശ്നമുണ്ട്. ഈ കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ഈ കുട്ടികൾക്ക് പെർ ഹെഡ് ലഭിക്കുന്ന തുക അപര്യാപ്തമാണ്. അധ്യാപകർ പറയുന്നതിൽ കുറച്ച് വസ്തു ഉണ്ടാവുമായിരിക്കും, പക്ഷെ എന്നാലും ഇപ്പോൾ ഒരു പൈസയും കൊടുക്കാതെ എത്രയോ ജില്ലക്കാർ രാവിലെ കുട്ടികൾക്ക് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ട്. എറണാകുളം ജില്ലയിൽ കൊടുക്കുന്നുണ്ട്, ഇടുക്കി ജില്ല വളരെ പുറകോട്ട് നിൽക്കുന്ന ജില്ലയാണ്, ഇടുക്കി ജില്ലയിൽ കൊടുക്കുന്നുണ്ട്. കാരണം അതേപോലെ പിന്നെ പിന്നോക്കം നിൽക്കുന്ന പല ജില്ലകളിലും രക്ഷകർത്താക്കളും അതുപോലെ തന്നെ PTA ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ സ്കൂൾ സപ്പോർട്ടിംഗ് കമ്മിറ്റിയുണ്ട്, അല്ലാതെ തന്നെ വ്യക്തികൾ തന്നെ കൊടുക്കുന്ന സ്ഥലമുണ്ട്. അപ്പം എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അവിടെ പഞ്ചായത്തൊക്കെ ഇടപെട്ട് ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയും. അപ്പോൾ ഈ കാശ് മാത്രം നമ്മൾ ഏത് കാര്യം ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ നിന്നുള്ള കാശ് മാത്രം എടുത്ത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സാമ്പത്തിക അവസ്ഥയിൽ ഇല്ലല്ലോ നമുക്ക്. ഒന്ന്, കേന്ദ്ര ഗവൺമെന്റ് ഈ ഉച്ചഭക്ഷണ പദ്ധതിയൊക്കെ വെട്ടി കുറച്ചിരിക്കുകയാണ്. നമുക്ക് തരേണ്ട കാശ് SSK ഫണ്ട് ഉപയോഗിച്ചാണല്ലോ കുറെ ഉച്ചഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഗവൺമെന്റ് പറഞ്ഞെന്ന് പുറകോട്ടൊന്നും പോകാൻ വേണ്ടി പോകുന്നില്ല. രക്ഷാർത്ഥ അധ്യാപകർക്ക് അങ്ങനെ ഒരു ഉത്കണ്ഠയുടെ കാര്യമില്ല. അവരുടെ ഉത്കണ്ഠ ഉണ്ടെങ്കിൽ അവരോട് സംസാരിച്ച് അപ്പൊ പിന്നെ ആ ഉത്കണ്ഠ മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കാം. മറ്റൊരു പ്രശ്നം മിനിസ്റ്റർ, ഈ പാചകത്തൊഴിലാളികൾക്ക് ഓണറേറിയം നൽകുന്നതിൽ എന്തെങ്കിലും ഒരു കാലതാമസം വരുന്നുണ്ടോ? നമ്മൾ മാത്രമാണ് 12,500 13,000 രൂപ ഓണറേറിയം കൊടുക്കുന്നത്. നമ്മൾ മാത്രമാണ്. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം 1,000 2,000 രൂപയാണ് കൊടുക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് തരുന്ന ഒരു 600 രൂപ മാത്രമാണ്. നമ്മളാണ് ഈ കേരളം മാത്രമാണ് ഇത്രയും കൊടുത്തിട്ടുള്ളത്. നമുക്ക് അവർക്ക് പിന്നെ അവർ ചെയ്യുന്ന ജോലി അനുസരിച്ച് കുറച്ചും കൂടെ കാശ് കൊടുക്കേണ്ടതാണ്. ഭാവിയിൽ നമുക്ക് ആലോചിക്കാം. ഭാവിയിൽ അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആലോചന, നമ്മുടെ പാവങ്ങളാണല്ലോ, പാവപ്പെട്ടവരാണ്, സാധാരണക്കാരാണ്, അവരെ പറ്റി ഒരു 2-3 കാര്യങ്ങൾ ആലോചിക്കാറുണ്ട്. ഒന്ന് ഏജിന്റെ കാര്യത്തെ പറ്റി ഒന്ന് ആലോചിക്കാറുണ്ട്. മറ്റൊന്ന് അപ്പോയിന്റ്മെന്റിന്റെ രീതിയെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ആലോചിക്കാനുണ്ട്. കാര്യം ചെയ്ത് കുട്ടികൾക്ക് പാചകം ചെയ്ത് കൊടുക്കുന്നതാണ്. ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്തെങ്കിലും ഒരു സ്കൂളിൽ 1, 2, 3 പാത്രത്തിലായിരിക്കുമല്ലോ, വലിയ പാത്രത്തിൽ പാചകം ചെയ്തിട്ടായിരിക്കില്ല മുഴുവൻ കുട്ടികളും കഴിക്കുന്നത്. ഏതെങ്കിലും ഒന്നിലെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ എത്ര കുട്ടികൾക്ക് ബുദ്ധിമുട്ട് വരും. ഒരു കാര്യം. രണ്ടിപ്പം 70, 75, 80 വയസ്സായവരൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ ജോലി ചെയ്യാൻ നിവൃത്തിയില്ലാത്തവർ പാവങ്ങളായതുകൊണ്ടാണ് അവരുടെ മക്കളോ മരുമക്കളോ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ പെൻഷൻ അവരെ പറഞ്ഞുവിടുന്ന അവസരത്തിലെ ഒന്നുമില്ലാതെ അവരെ പറഞ്ഞുവിടുന്ന കാര്യം വലിയ പ്രയാസമല്ലേ. അപ്പോൾ അവരുടെ പറഞ്ഞുവിടുന്ന കാര്യത്തിന്റെ പ്രശ്നമുണ്ട്, അവരുടെ ഏജന്റ് പ്രശ്നമുണ്ട്. പാചകം ചെയ്യുന്നവർ പാചകം ചെയ്യുന്നവർ തന്നെ ആയിരിക്കണം. ആ കാര്യം പ്രശ്നമുണ്ട്. ഇപ്പോഴൊക്കെ എടുത്തേക്കെന്ന് വെച്ചാൽ അവിടെ ഒരു കമ്മിറ്റി കൊണ്ടുപോയി തൊട്ടടുത്തുള്ള ഒരു പാവപ്പെട്ട ഒരു ആളിനെ ഏൽപ്പിക്കുന്ന സംഗതി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പാചക രീതിയിൽ സമഗ്രമായ ഒരു മാറ്റം നമുക്ക് ആവശ്യമാണ്. എന്തായാലും പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ശക്തിപ്പെടുത്തലിന് ഈ ഉച്ചഭക്ഷണ പരിഷ്കരണം അടക്കമുള്ള നടപടികൾ എല്ലാ പ്രതിസന്ധികളും ആശങ്കകളും പരിഹരിച്ചുകൊണ്ട് തന്നെ നടപ്പിലാക്കുമെന്നാണ് മന്ത്രി ശിവൻകുട്ടി നമ്മളോട് പറയുന്നത്. ക്യാമറമാൻ ഷബീർ കലീലിനൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1 കോഴിക്കോട്.